About this course, let me first tell you something about what is a career in architecture and what exactly is BARCH course. BARCH means Bachelor of Architecture. പലർക്കും ഈ കോഴ്സിനെ കുറിച്ച് ഒരു സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എഞ്ചിനീയറിംഗ് കോഴ്സായിട്ടാണ് എല്ലാവരും കണക്കാക്കാറ്. ഇത് ആക്ച്വലി ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിലും ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം എഞ്ചിനീയറിംഗ് കോഴ്സ്. കാരണം എഞ്ചിനീയറിംഗിൽ സാധാരണ ഉള്ള ഒരു സബ്ജക്റ്റും ഈ കോഴ്സിൽ കാണില്ല. വളരെ കുറച്ച് സബ്ജക്ട്സ് മാത്രമേ എഞ്ചിനീയറിംഗിൽ നിന്ന് ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് എഞ്ചിനീയറിംഗ് ഇസ് എ 4-year കോഴ്സ്, വെറാസ് ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സ് ഇസ് എ 5-year കോഴ്സ്. അതായത് ഒരു വർഷം കൂടുതൽ പഠിക്കേണ്ടി വരും ഈ കോഴ്സിൽ പഠിച്ചാൽ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഒരു കോമൺ എക്സാം ആണ്. That is entirely based on your knowledge of science. Physics, chemistry, mathematics subjects പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസ് കൊടുക്കുമ്പോൾ എഴുതാറുള്ളത്. പക്ഷെ ആർക്കിടെക്ചർ കോഴ്സിന് അതൊന്നുമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വളരെ മിനിമലായിട്ട് ജസ്റ്റ് അത് അടുത്ത കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. പക്ഷെ ബേസിക്കലി ആർക്കിടെക്ചർ കോഴ്സിൽ വളരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് ഡ്രോയിങ് സ്കിൽസിനാണ്. സോ ആർക്കിടെക്ചർ കോഴ്സിൽ ഡ്രോയിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കാരണം ഇത്രയും വർഷം നാറ്റ ടെസ്റ്റ് ആയാലും ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും ഡ്രോയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷം ഡ്രോയിങ്ങിന്റെ ടെസ്റ്റ് നാറ്റയിലില്ല. സോ ഞാൻ പറഞ്ഞ മാതിരി ഡ്രോയിങ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് ദിസ് ടെസ്റ്റ്. ഇപ്പൊ ഡ്രോയിങ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഡ്രോയിങ്ങിന് പകരം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോയിങ്ങിന് പകരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. അത് സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യമാണ്. പക്ഷേ ആദ്യം തന്നെ നമുക്ക് വാട്ട് എക്സാക്ട്ലി ഈസ് ആർക്കിടെക്ചർ കോഴ്സ് എന്നൊന്ന് മനസ്സിലാക്കാം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ 5-year കോഴ്സ്. ഐ ആം ഗോയിങ് ടു ഷോ യു വാട്ട് യു വിൽ ലേൺ ഇൻ 5 years. So in first year you have some subjects. These subjects are all called basic and architectural design, architectural presentation, history of architecture, model making, basic structures and mathematics, softwares, theory of design and building construction. ഇതെല്ലാം പുതിയ സബ്ജക്ട്സ് ആണ്. You would have never heard of these subjects before. So you will notice that there is no connection with what you have actually studied in school. സ്കൂളിൽ പഠിച്ച ഒരു സബ്ജക്റ്റുമായിട്ട് പ്രത്യേകിച്ച് ഒരു കണക്ഷനും ഇല്ലാത്ത സബ്ജക്ട്സ് ആണ് ആർക്കിടെക്ചറിന് ജോയിൻ ചെയ്യുമ്പോൾ. നേരെ മറിച്ച് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻസ് കാണും. ആർക്കിടെക്ചറിന് ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് +2 വരെ പഠിച്ച സബ്ജക്ട്സിൽ ഹിസ്റ്ററി മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്ട്സും പുതിയ സബ്ജക്ട്സ് ആയിരിക്കും. അതൊരു പ്രത്യേകതയാണ്. സോ ദിസ് ഇസ് ദ ലിസ്റ്റ് ഓഫ് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ്. When you go into second year, similar subjects will continue. കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും. ബട്ട് ദ സബ്ജക്ട് ടൈറ്റിൽ റിമെയിൻസ് ദ സെയിം. അതേ ടൈറ്റിൽ ആയിരിക്കും. ആർക്കിടെക്ചറൽ ഡിസൈൻ, സ്ട്രക്ചേഴ്സ്, ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ, ബിൽഡിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, ഡ്രെയിനേജ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽസ്, ക്ലൈമറ്റോളജി, സർവേയിങ്, ഇതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട സബ്ജക്ട്സ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നത്. In third year, again you can see the list of subjects continue to be the same. കുറച്ച് പുതിയ സബ്ജക്ട്സ് ആഡ് ആവും. ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട്, വെർനാക്കുലർ ആർക്കിടെക്ചർ, സൈറ്റ് പ്ലാനിങ്, ലാൻഡ്സ്കേപ്പ്, ഇലക്ട്രിക്കൽ സിസ്റ്റം, ക്വാണ്ടിറ്റി സർവേ, ഇങ്ങനെ ചില പുതിയ സബ്ജക്ട്സ് വരും. പക്ഷേ ഈ സബ്ജക്ട്സിൽ എല്ലാത്തിലും നിങ്ങൾ സ്കൂളിൽ പഠിച്ച സയൻസിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും. കോംപ്ലക്സിറ്റി, യാതൊരു വിധത്തിലുള്ള തിയറിറ്റിക്കൽ കോംപ്ലക്സിറ്റി കാണില്ല. എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. കോമൺ സെൻസ് ഓറിയന്റഡ് അപ്രോച്ച് ആണ് ആർക്കിടെക്ചറൽ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ. അത് കാരണമാണ് ഡ്രോയിങ്ങിന് മാത്രം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കിടെക്ചർ സ്കൂൾസിൽ കൊടുക്കുന്നത്. നിങ്ങൾ ഈ പഠിക്കുന്ന സബ്ജക്ട്സിൽ എല്ലാത്തിലും ഓൾമോസ്റ്റ് 70% ഡ്രോയിങ് ആയിരിക്കും. 30% മാത്രമേ നിങ്ങൾക്ക് തിയറിറ്റിക്കൽ സബ്ജക്ട്സ് ആയിട്ട് കാണുള്ളൂ. ഫോർത്ത് ഇയറിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ചും കൂടി കോംപ്ലെക്സ് സബ്ജക്ട്സ്, നമ്പർ ഓഫ് സബ്ജക്ട്സ് കുറയും, പക്ഷേ സബ്ജക്ട്സിന്റെ കോംപ്ലക്സിറ്റി കുറച്ച് കൂടും. ആർക്കിടെക്ചറൽ ഡിസൈൻ, സ്ട്രക്ചേഴ്സ്,
അത് കഴിഞ്ഞാൽ ഫോർത്ത് ഇയറിൽ നിങ്ങൾ ഒരു ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. ചുരുങ്ങിയത് 6 മാസം, ചില കോളേജുകളൊക്കെ 1 വർഷത്തേക്ക് നിങ്ങളെ ഒരു ആർക്കിടെക്ട്സ് ഓഫീസിൽ ട്രെയിനിങ്ങിന് പറഞ്ഞയക്കും. അപ്പൊ അതും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഇത് സാധാരണ എഞ്ചിനീയറിംഗ് കോഴ്സസിലും ഒന്നും ഇല്ലാത്തൊരു അപ്രോച്ചാണ് ആർക്കിടെക്ചർ കോഴ്സിലുള്ളത്. അതായത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഏതെങ്കിലും ഒരു ആർക്കിടെക്ട്സിന്റെ ഓഫീസിൽ പോയി ജോലി ചെയ്ത് തിരിച്ച് കോളേജിലേക്ക് വരിക ഫൈനൽ ഇയർ ചെയ്യാനായിട്ട്. അപ്പൊ ഫോർത്ത് ഇയറിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ട്രെയിനിങ് ഇൻ ആൻ ആർക്കിടെക്ട്സ് ഓഫീസ് ഉണ്ടാവും. അത് കോളേജ് തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും അതിനുവേണ്ടി ശ്രമിക്കാം. യു ക്യാൻ ഓൾസോ ട്രൈ ടു അറേഞ്ച് എ ട്രെയിനിങ് ഇൻ ആൻ ആർക്കിടെക്ട്സ് ഓഫീസ് ഇൻ യുവർ ഓൺ ടൗൺ. ഫൈനലി ഇൻ ഫൈനൽ ഇയർ തിരിച്ചു വന്നു കഴിയുമ്പോൾ, ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് ഫൈനലിൽ ചെയ്യുന്നത് ഒരു തീസിസ് പ്രോജക്റ്റ് എന്ന് പറയും. അത് ഏതെങ്കിലും ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ടാക്കലും അതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കലുമായിരിക്കും ഫൈനൽ ഇയർ പ്രോജക്റ്റ്, തീസിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് ഇൻ എ നട്ട്ഷെൽ വാട്ട് യു വിൽ സ്റ്റഡി ഇൻ 5 years. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ്. എന്തൊക്കെ സബ്ജക്ട്സ് ഉണ്ടാവും എന്നുള്ളതും, പിന്നെ പ്രത്യേകിച്ച് ഈ സബ്ജക്ട്സിൽ എല്ലാത്തിനും സ്കൂളിൽ പഠിച്ച സയൻസിന്റെ ആപ്ലിക്കേഷൻ മാത്രമേ കാണുകയുള്ളൂ. കംപ്ലക്സിറ്റി ഒന്നുമില്ല. അപ്പൊ അത് കാരണം തിയറി വളരെ സിമ്പിൾ ആയിരിക്കും. പ്രാക്ടിക്കൽ വർക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ. 5 yearsൽ ഏറ്റവും കൂടുതൽ ഡ്രോയിങ്ങിനായിരിക്കും എംഫസിസ് ഉള്ളത്. മാനുവൽ ആയിട്ട് ഡ്രോയിങ്ങും സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുള്ള ഡ്രോയിങ്ങിന്റെ. Now I will take you to a journey of schools of architecture. This is an image of the Department of Architecture and Planning in IIT Kharagpur. Okay, now you should know that the most important schools of architecture in India are the schools which are run by central government. That is the IITs, NITs, and School of Planning and Architecture. If you get admission in any of these, that should be your first choice. I am just telling you my opinion, that if you get admission in any of the central government colleges, that should be your first choice. The reason is because the central government colleges are famous all over the world. Wherever you go, there is a brand attached to, the college where you have studied. It is a brand name. If you are from an IIT, if you are from an NIT, or if you are from School of Planning and Architecture, wherever you go, anywhere part of the world, you get recognition, you get admission, and you are highly respected if you pass from these schools of architecture. So I will just briefly introduce you to these schools of architecture. I am showing you only colleges where I have visited and I know of. There are about 500 colleges in India, and I am showing you only colleges that I know and I have visited and where I have taught or where I have studied. IIT Kharagpur happens to be the college where I have studied, and so I know this college very well where I have studied. So let's go to colleges one by one, which I am very familiar with, and I know that they are all very good and excellent education happens in these colleges. Next is IIT Roorkee. Among IITs, you should know that only 2 IITs have architecture schools. One is IIT Kharagpur, the other is IIT Roorkee. Other IITs, though there are about 30 IITs in India, there is no architecture department in other IITs. I am told that IIT Banaras has recently started, but I am not very sure about whether they have started the course. But only 2 IITs have architecture schools. Next comes School of Planning and Architecture, which is run by central government. School of Planning and Architecture was started as a separate school for architecture and planning, first in Delhi. Delhi is the oldest school of planning and architecture, which works directly under the Ministry of HRD. And this is one of the most famous schools of architecture in the world, and hundreds of architects have passed from this school and have been practicing all over the world. So this is the first school of planning and architecture in India. Recently, about 10 years back, 2 more schools of architecture and planning, SPA they are called, SPA have started. One is in Bhopal, School of Planning and Architecture in Bhopal. And the next one is in Vijayawada, School of Planning and Architecture in Vijayawada. Admission to all these School of Planning and Architecture is through the entrance exam conducted by
that JEE exam, as you know, JEE, if you have appeared for JEE, then admission is assured to SPAs. SPA Vijayawada is one of the recent SPAs, and it is an excellent school of architecture and planning. Coming to the next is a set of NITs. You must have heard of National Institute of Technology. All the NITs do not have architecture schools. I am going to show you the NITs where there are architecture schools and which are very well known. And our state has one NIT, which was earlier known as REC, Calicut. Today it is an NIT which has got an excellent architecture schools. So for most Malayalis, from children from Kerala, they prefer, if they want to join NIT, they prefer to join NIT Calicut. If you happen to get admission through JEE in NIT Calicut, I would advise you to take this opportunity because it is one of the best schools of architecture in India today, according to many surveys also. One of the best schools of architecture. Then comes VNIT Nagpur. NIT Trichy. MA NIT Bhopal. This is known as Maulana Azad National Institute of Technology, Bhopal. Birla Institute of Technology, Misra, where there is a school of architecture. And CEPT Ahmedabad. CEPT Ahmedabad is actually a university of architecture. It is CEPT CEPT Ahmedabad is considered perhaps the best school of architecture in India for many years. It's famous as the best school of architecture in India. They also have an admission system where they give admission to other state students. First choice is for the local Gujarati students, but they have seats reserved for other state students also because it is a university. And you will have to apply directly on their website for admission to CEPT Ahmedabad. Then Chandigarh College of Architecture. And finally, Sir J.J. College of Architecture, Bombay. Now, this is the oldest school of architecture in India. You should know that this is the first school of architecture in India, College of Architecture, which started in 1865. And it is under Bombay University. But admission to this is restricted to Maharashtra students. They have very few seats for other state students. And it is really difficult to get admission to this, this institute, as of now, for other state students. I started my teaching career in this college from 1987 to 92. I was a professor here. So my connection to all these colleges which I have shown you till now is because I have visited them and I know that they are good. So if you are getting admission in any of these central government colleges, that should be your first choice if you ask me. JJ College of Architecture, I was a lecturer here. Then this was a college in New Bombay, for which I was principal in the year 92 to 2000. And I had also designed this campus in New Bombay. In 2000, I came to Kerala and I came here as a head of the department of MES School of Architecture. നിങ്ങൾ ഈ കോളേജിനെ കുറിച്ച് കേട്ട് കാണും. MES എഞ്ചിനീയറിംഗ് കോളേജിലുള്ള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആണ് കുറ്റിപ്പുറത്തുള്ളത്. ഇത് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് കോളേജാണ്. ഇതിന്റെ ആദ്യത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഞാനായിരുന്നു. 2001 1999 കോളേജ് തുടങ്ങിയത്. ഇപ്പോൾ വളരെ എസ്റ്റാബ്ലിഷ് സ്കൂളാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആണ്. അതിനുശേഷം ഏകദേശം 38 സ്കൂൾസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 20 വർഷത്തില് കേരളത്തിൽ ഏകദേശം 30-38 സ്കൂൾസ് ഓഫ് ആർക്കിടെക്ചർ പുതിയതായിട്ട് തുറന്നിട്ടുണ്ട്. പക്ഷെ MES ആയിരുന്നു ആദ്യത്തെ പ്രൈവറ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ. അതുവരെ കേരളത്തിൽ 3-4 ഗവൺമെന്റ് സ്കൂൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വളരെ എസ്റ്റാബ്ലിഷ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആണ്. അവിടെ ഇപ്പോൾ മാസ്റ്റേഴ്സ് കോഴ്സും നടക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് 2006 റിട്ടയർ ആയി. അതിനുശേഷം ഞാൻ പല കോളേജുകളിലും ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പോകാറുണ്ട്. കേരളത്തിലുള്ള കോളേജുകളിൽ ഞാൻ 3-4 കോളേജുകളിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്ന് കാറ്റ് ട്രിവാൻഡ്രം, കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രം, വളരെ നല്ല സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആണ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ. ദിസ് ഇസ് ഓൺഡ് ബൈ ആൻ ആർക്കിടെക്ട് കോൾഡ് ആർക്കിടെക്ട് മഹേഷ് ഫ്രം ട്രിവാൻഡ്രം. ഇവിടെയും വളരെ നല്ല എഡ്യൂക്കേഷൻ ആണ്.
ഞാൻ ഇവിടെ പലപ്പോഴും പോയിട്ടുണ്ട് പല കോൺഫറൻസിനും ടീച്ചിങ്ങിനും ഒക്കെ ആയിട്ട്. This is one of the good colleges. You get admission here, you must definitely take it. Another school of architecture is Amani Institute of Design in Kozhikode, which is also owned by an architect called Tony Joseph from Calicut. This is also an excellent school of architecture and among the schools of architecture in Kerala. I have also had the opportunity to go to Manipal, Dubai to teach. This is, of course, Manipal is there not only in Dubai, but Manipal is there in Udupi in Karnataka, which is also a good school of architecture among private schools of architecture in this region. Then some of the schools of architecture which are there around Kerala. കാരണം ഞാനിത് പ്രത്യേകിച്ചും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാതെ പോകുന്ന കുട്ടികൾ മിക്കവാറും തമിഴ്നാട്ടിലൊക്കെ പഠിക്കാൻ പോകാറുണ്ട്. അപ്പൊ ഞാൻ കാണിക്കുന്ന ചില കോളേജസ് മലയാളി കുട്ടികൾ സാധാരണ പോയി പഠിക്കുന്ന കോളേജുകളാണ്. ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കോളേജിനെ കുറിച്ച് പറയുന്നത്. SVS സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ കോയമ്പത്തൂർ. ഈ കോളേജ് ഇപ്പോൾ അമൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അമൃത യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ളത് ശശി ക്രിയേറ്റീവ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ കോയമ്പത്തൂർ, വിച്ച് ഇസ് അണ്ടർ അണ്ണ യൂണിവേഴ്സിറ്റി. ദെൻ ഹുബ്ലി കർണാടകയിലെ KLE ടെക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഉണ്ട്, അവിടെ ഒരു സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. ഇതും സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഗുഡ് സ്കൂൾസ് ഓഫ് ആർക്കിടെക്ചർ ആണ്. ട്രിച്ചിയിലെ ഒരു സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്, കോൾഡ് കെയർ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ. ഇതും വളരെ നല്ല സ്കൂൾ ഓഫ് ആർക്കിടെക്ചറുകളുടെ സൗത്ത് ഇന്ത്യയിലെ വളരെ നല്ല സ്കൂൾസ് ഓഫ് ആർക്കിടെക്ചറിൽ കണക്കാക്കപ്പെടുന്ന ഒരു സ്കൂളാണ്. അപ്പൊ ഇത്രയും സ്കൂൾസിനെ കുറിച്ച് എനിക്ക് അറിയാവൂ. അപ്പോൾ ഇവിടെ പലപ്പോഴും പേരൻസ് ചോദിക്കാറുണ്ട് ഏത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം, ഏതാണ് നല്ല കോളേജ് എന്ന്. ഞാൻ എനിക്ക് അറിയാവുന്ന കോളേജസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ഫസ്റ്റ് സെഷൻ വച്ചത്. പിന്നെ ഈ വർഷം പ്രത്യേകിച്ചും ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കോവിഡ് ആയത് കാരണം മിക്ക പേരൻസിനും കുട്ടികൾക്കും തന്നെ ദൂരെ പോയി പഠിക്കണം എന്ന് ആഗ്രഹമില്ല. അപ്പൊ പിന്നെ വലിയ ചോയ്സ് നമുക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ നാറ്റ ടെസ്റ്റ് ക്ലിയർ ആയിട്ട് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഗവൺമെന്റ് കോളേജുകളിലായിരിക്കും, കേരളത്തിലുള്ള ഗവൺമെന്റ് കോളേജ്. അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ശ്രമിക്കാം. പക്ഷേ ഏതൊക്കെ നല്ലതാണ് എത്ര നല്ലതാണെന്നൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് ചില ടിപ്സ് നിങ്ങൾക്ക് തരാനുള്ളത്, കഴിയുകയാണെങ്കിൽ പോയി കോളേജ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ യു ഷുഡ് വിസിറ്റ് ദ കോളേജ്. അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് നോക്കുക. എസ്പെഷ്യലി a good college should have a very good library. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സലന്റ് ലൈബ്രറി ആൻഡ് എക്സലന്റ് കമ്പ്യൂട്ടർ ലാബ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ലാബറട്ടറി. ഈ 3 സംഗതികളാണ് ഒരു കോളേജിൽ നന്നായിട്ട് വേണ്ടത്. കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ലാബറട്ടറി. ആൻഡ് ഓഫ് കോഴ്സ് ഫാക്കൽറ്റി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫാക്കൽറ്റിയെ കുറിച്ച് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോളേജുകളിലെ ഫാക്കൽറ്റി എങ്ങനെയാണെന്നുള്ളത്. സോ ദാറ്റ് ഇസ് ദ ഓൺലി വേ ടുഡേ to understand the quality of a college, because there is no ranking of college. ഇതുവരെ ആർക്കിടെക്ചർ സ്കൂൾസിന്റെ റാങ്കിങ് ഒന്നും ആരും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് റാങ്കിങ്ങിൽ വരുന്നത് മിക്കവാറും എല്ലാം സെൻട്രൽ ഗവൺമെന്റ് കോളേജുകളും NITസുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇത് എല്ലാ കുട്ടികൾക്കും സാധാരണ വളരെ ഒരു കുട്ടികൾക്ക് തന്നെയല്ല പേരൻസിനും ഒരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. കാരണം ക്ലാസ് റൂംസിനെ പറയുന്നത് സ്റ്റുഡിയോ എന്നാണ് ആർക്കിടെക്ചർ സ്കൂൾസിൽ. ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് വളരെ ഒരു കെയോട്ടിക് മാനറിലായിരിക്കും ഒരു ക്ലാസ് റൂം എപ്പോഴും കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ ഒരു ഓൾമോസ്റ്റ് 70% ഓഫ് വർക്ക് പ്രാക്ടിക്കൽ വർക്കാണ്. മോഡൽസ് ഉണ്ടാക്കുക, ഡ്രോയിങ് ഉണ്ടാക്കുക, പെയിന്റിങ് ചെയ്യുക, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓരോന്ന് വരയ്ക്കുക, ഡിസൈനിന്റെ എക്സ്പ്രഷൻസ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻവയൺമെന്റ് ഇങ്ങനത്തെ ഒരു എൻവയൺമെന്റ് ആയിരിക്കും. ഓരോ സ്റ്റുഡൻറ്റിനും ഒരു ഡ്രോയിങ് ബോർഡ് ഉണ്ടാവും, മോഡൽ മേക്കിംഗ് സർഫസസ് കാണും. ഒരു കെയോട്ടിക് എൻവയൺമെന്റ് ആയിരിക്കും. ലെക്ചർ ഹാൾസിൽ ലെക്ചേഴ്സ് വളരെ ചുരുക്കമായിരിക്കും. ഡെയിലി 1-2 ലെക്ചേഴ്സേ കാണുള്ളൂ. ബട്ട് പകല് മുഴുവൻ യു വിൽ ബി ഇൻ ദിസ് എൻവയൺമെന്റ് ഓഫ് ബിഗ് സ്റ്റുഡിയോ ക്ലാസ് റൂംസ് വേർ യു വിൽ ബി ആക്ച്വലി വർക്കിംഗ് ടുഗെദർ. ഒറ്റയ്ക്ക് തന്നെയല്ല വർക്ക് ചെയ്യുക, ആസ് എ ഗ്രൂപ്പ് യു വിൽ ബി വർക്കിംഗ്. ആൻഡ് ഫൈനലി നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ, വാട്ട് എവർ ഡിസൈൻ യു ഡു, യു ഹാവ് ടു പുട്ട് അപ്പ് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. അതായത് ആസ് എ സ്റ്റുഡൻറ് യു ഹാവ് ടു ലേൺ ടു ടോക്ക് അബൌട്ട് യുവർ ഡിസൈൻ, so that you develop this confidence to talk about what you have done, because it is extremely important if you become an architect
to develop the capacity to talk about your design. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസും പേരൻസും അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആർക്കിടെക്ചർ സ്റ്റഡീസിൽ മാർക്സിനല്ല പ്രാധാന്യം. ഡ്രോയിങ് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് പ്രസന്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ നിൽക്കുന്നതെല്ലാം ആർക്കിടെക്ട്സ് ആണ്. സാധാരണ ഒരു ആർക്കിടെക്ചർ സ്കൂളിൽ ഒരു സ്റ്റുഡൻറ്റിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പുട്ടപ്പ് ചെയ്തിട്ട് യു ഹാവ് ടു ടോക്ക് ടു ആർക്കിടെക്ട്സ്, യു ഹാവ് ടു എക്സ്പ്ലെയിൻ യുവർ ഡിസൈൻ ടു ആർക്കിടെക്ട്സ്. ടീച്ചേഴ്സും ആർക്കിടെക്ട്സ് ആയിരിക്കും. അപ്പോൾ അവരെല്ലാവരും നിങ്ങളുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ അസസ് ചെയ്യുക. യു ഡിസൈൻ സംതിങ്, യു പുട്ട് അപ്പ് ദ ഡിസൈൻ ആൻഡ് യു ഗിവ് എ ടോക്ക് അബൌട്ട് ഇറ്റ്. And based on your talk, everybody listens and they appreciate your work or they may ask you questions. That is all. അങ്ങനെയാണ് ഒരു 5-year കോഴ്സ് ഓഫ് ആർക്കിടെക്ചർ എല്ലാ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലും നടക്കുന്നത്. അപ്പോൾ ഒരു ആർക്കിടെക്ചർ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അവരുടെ ലൈഫ് ഫോർ ദ നെക്സ്റ്റ് 5 years. Not only for next 5 years, this is going to be your life forever. Once you become an architect also, you should know how to explain your design, because as an architect, you will be designing buildings, you'll be designing houses, shopping malls, cinema theaters, big cities. So whenever you design something, you have to show your design to an audience of experts, people, and talk to them.